നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വർഗീയതയും ഫാസിസവും തുടച്ചുമാറ്റാൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന NSU ദേശീയ സെക്രട്ടറി നാഗേഷ് കരിയപ്പ. ദേശീയ തലത്തിൽ CPM-വുമായി സഹകരിക്കുന്നതിനെതിരെ KSU ജില്ലാ ഘടകത്തിൽ പ്രതിഷേധം. CPM-നൊപ്പം ദേശീയ തലത്തിൽ മത്സരിക്കുന്നതിന് KSU എതിരാണെന്ന ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ്. കാത്തിരിപ്പിന് വിരാമം. വെള്ളമുണ്ടയിലെ സർക്കാർ ITI നാളെ മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വയനാട് പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ LDF-ലെ PP സുനീർ. നിലവിലെ സാഹചര്യം LDF-ന് അനുകൂലമെന്നും PP സുനീർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വയനാട് മണ്ഡലത്തിൽ ആൻഡ്രോ അഗസ്റ്റിൻ NDA സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. BDJS സീറ്റിൽ മത്സരിക്കുമെന്നും സൂചന. അധികാരികളുടെ ആസൂത്രണ പിഴവ്. കാരാപ്പുഴ മെഗാ ടൂറിസം പ്രൊജക്ടിൽ ലക്ഷങ്ങൾ പാഴായി. അധികൃതർക്കെതിരെ വയനാട് ഇക്കോ ടൂറിസം രംഗത്ത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നാളെ മാനന്തവാടിയിൽ. വിവിധ പദ്ധതികളും KSEB-യുടെ പ്രതികാര നടപടിക്കെതിരെയുള്ള സമരപരിപാടികളും കൺവെൻഷൻ ചർച്ച ചെയ്യും. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യത്തിന്റെ ഭാവി വിദ്യാർത്ഥികളാണെന്നും വർഗീയതയും ഫാസിസവും തുടച്ചുമാറ്റാൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്നും NSU ദേശീയ സെക്രട്ടറി നാഗേഷ് കരിയപ്പ. KSU മാനന്തവാടി ഗ്രീൻസ് റെസിഡൻസി ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ജില്ലാ പ്രവർത്തക കൺവെൻഷനും ബെഹദർ ഭാരത് ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSU ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ്, സ്റ്റേറ്റ് സെക്രട്ടറി ലയണൽ മാത്യു, KJ പൈലി, കാവ്യകൃഷ്ണ, ഡിറ്റോ ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. used to get decided in a closed door, but now Honorable Rahul Gandhi ji has made a platform that it is your problem and you will be setting the national agenda and you are the people who are going to set up your manifesto. So you people will be telling us what you need when we are in power in 2019. So you all want our Rahul Gandhi ji to become the Prime Minister, right? Yes. Right or no? Yes. 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 You are all ready to work for the party? Yes. See, election might get announced in today or tomorrow. ദേശീയ തലത്തിൽ CPM-വുമായി സഹകരിക്കുന്നതിനെതിരെ KSU ജില്ലാ ഘടകം. KSU മാനന്തവാടിയിൽ നടത്തിയ ജില്ലാ പ്രവർത്തക കൺവെൻഷനിലാണ് ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ് ഇക്കാര്യം വ്യക്തമാക്കിയത്. മോഡിയും പിണറായിയും നടത്തുന്നത് ഫാസിസ്റ്റ് ഭരണമാണെന്നും അമൽ ജോയ് കുറ്റപ്പെടുത്തി. കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന CPM-നെ ദേശീയ തലത്തിൽ സഹകരിക്കുന്നതിനെ KSU എതിർക്കുന്നുവെന്നും അമൽ ജോയ് അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞു. സഹോദരന്മാരെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് കൊന്ന ആ സംഘടനയോട് ഒരു തരത്തിലുള്ള കോംപ്രമൈസിനും KSU-കാരൻ എന്ന നിലയ്ക്ക് ഞങ്ങൾ ഇല്ല എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ 2019 തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പിണറായിസവും മോഡിസവും മാറി നിന്നുകൊണ്ട് രാഹുലിസം വരാനുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഈ തെരഞ്ഞെടുപ്പ് നോക്കിക്കാണണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. കാത്തിരിപ്പിന് വിരാമം. വെള്ളമുണ്ടയിൽ ആരംഭിച്ച സർക്കാർ ITI-യുടെ ഉദ്ഘാടനം നാളെ മന്ത്രി TP രാമകൃഷ്ണൻ നിർവഹിക്കും. സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തുകയും കഴിഞ്ഞ മാസം മന്ത്രിസഭാ യോഗത്തിൽ ITI ഉടൻ തുടങ്ങാൻ തീരുമാനമെടുക്കുകയുമായിരുന്നു. ഉദ്ഘാടനം ആഘോഷമാക്കാൻ ഒരുങ്ങുകയാണ് വെള്ളമുണ്ടയിലെ പ്രദേശവാസികൾ. കഴിഞ്ഞ ബജറ്റിൽ തുക വകയിരുത്തുകയും കഴിഞ്ഞ മാസം മന്ത്രിസഭാ യോഗത്തിൽ ITI തുടങ്ങാൻ തീരുമാനം ആയതുമാണ്. വെള്ളമുണ്ടയിൽ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന ITI-യുടെ ഉദ്ഘാടനം നാളെയാണ് നടക്കുന്നത്. ഇലക്ട്രീഷ്യൻ, പ്ലംബർ ട്രേഡുകൾ ആണ് തുടങ്ങുക. ഇതുമായി ബന്ധപ്പെട്ട ഇന്ന് വെള്ളമുണ്ട പഞ്ചായത്ത് ഹാളിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P. തങ്കമണിയുടെ അധ്യക്ഷതയിൽ യോഗം നടന്നു. യോഗം OR കേളു MLA ഉദ്ഘാടനം ചെയ്തു. ജനപ്രതിനിധികൾ, ജനകീയ ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു. കേരളത്തിൻ്റെ IT വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള TP രാമകൃഷ്ണൻ നാളെ കോളേജ് ഉദ്ഘാടനം ചെയ്യും. ഈ കോളേജ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിലാണ് ഗവൺമെൻറ് അനുവദിച്ചത്. കോളേജ് തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം വെള്ളമുണ്ടയിലെ പൊതുസാമൂഹിക രാഷ്ട്രീയ പ്രവർത്തകർ എല്ലാവരും കൂടി സംഭാവന ചെയ്തിട്ടുണ്ട്. നാളെ 3 മണിക്ക് മന്ത്രി TP രാമകൃഷ്ണനാണ് ഉദ്ഘാടനം നിർവഹിക്കുക. MLA OR കേളു ചടങ്ങിൽ അധ്യക്ഷനായിരിക്കും. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ITI-യുടെ ഉദ്ഘാടനം ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് പഞ്ചായത്തും ജനകീയ ആക്ഷൻ കമ്മിറ്റിയും. ഉന്നത ഉദ്യോഗസ്ഥർ ഇന്ന് സ്ഥലം സന്ദർശിച്ചു.
തൊട്ടടുത്ത ദിവസം തന്നെ വാടക കെട്ടിടത്തിൽ ക്ലാസുകൾ ആരംഭിക്കും. വിജിത്ത്, വയനാട് വിഷൻ, വെള്ളമുണ്ട. വയനാട് പിടിക്കാമെന്ന ആത്മവിശ്വാസമുണ്ടെന്ന് LDF ലോക്സഭാ സ്ഥാനാർത്ഥി PP സുനീർ. ദേശീയ രാഷ്ട്രീയത്തിൽ ഇടത് മതേതര ചേരിയുടെ പ്രസക്തി വർദ്ധിച്ച കാലഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പെന്നത് ഏറെ ആത്മവിശ്വാസം നൽകുന്നതാണ്. വയനാടിന്റെ വികസന മുരടിപ്പ് മാറ്റിയെടുക്കാൻ വയനാട്ടുകാർ ഇടത് ചേരിക്ക് ഇത്തവണ വോട്ട് നൽകുമെന്നാണ് തന്റെ വിശ്വാസമെന്ന് PP സുനീർ പറഞ്ഞു. വയനാടിന്റെ ഒരു പ്രത്യേക സ്വഭാവമുണ്ടല്ലോ. വയനാടിന്റെ ഒരു സ്വഭാവമുണ്ട്. ഇടതുപക്ഷത്തിന്റെ മുൻതൂക്ക കുറവ് വലുതായി ചർച്ച ചെയ്യുന്ന ഒരു മണ്ഡലം കൂടിയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് കാണുന്നത്? അതൊക്കെ പഴയകാല ചരിത്രമാണ് താങ്കൾ സൂചിപ്പിച്ചത്. അടുത്ത കാലത്ത് നടന്ന തെരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും എല്ലാം UDFനേക്കാൾ ഇടതുപക്ഷത്തിനാണ് മുൻതൂക്കം ആ മണ്ഡലത്തിൽ ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. നിലവിൽ 7 അസംബ്ലി മണ്ഡലങ്ങളിൽ 4ഇടത്തും LDFന്റെ ജനപ്രതിനിധികളാണ്. 6 മുനിസിപ്പാലിറ്റികളിൽ 5 മുനിസിപ്പാലിറ്റികളും ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. ത്രിതല പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്തുകളിലും ഇടതുപക്ഷത്തിന്റെ പ്രാതിനിധ്യമാണ് കൂടുതലുള്ളത്. ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഒരു മാറ്റം വയനാട് മണ്ഡലത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റത്തോടൊപ്പം നിൽക്കാൻ എനിക്ക് സാധിക്കുമെന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. മൂന്നാം അംഗത്തിൽ വയനാട് പിടിക്കാൻ PP സുനീർ എത്തുന്നു. LDF മലപ്പുറം ജില്ലാ കൺവീനറും CPI മുൻ മലപ്പുറം ജില്ലാ സെക്രട്ടറിയുമായ PP സുനീറാണ് ഇടതുപക്ഷത്തിന്റെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. നിലവിലെ സാഹചര്യങ്ങൾ LDFന് അനുകൂലമാണെന്നും ഇവ വോട്ടാക്കി മാറ്റി വയനാട് പിടിക്കാൻ കഴിയുമെന്നുമാണ് LDFന്റെ വിശ്വാസം. വിദ്യാർത്ഥി യുവജന രാഷ്ട്രീയത്തിലൂടെയാണ് PP സുനീർ സംഘടനാ രംഗത്ത് സജീവമായത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം PP സുനീർ ഇറങ്ങുന്നത് മൂന്നാം അംഗത്തിനാണ്. നേരത്തെ മുസ്ലിം ലീഗിന്റെ ഉറച്ചകോട്ടയായ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ 2 തവണ LDF സ്ഥാനാർത്ഥിയായിരുന്നു. 99-ലും 2004-ലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ GM ബനാത്വാലയ്ക്കും E അഹമ്മദിനുമെതിരെയാണ് ജനവിധി തേടിയത്. 2 തവണയും പരാജയപ്പെടേണ്ടി വന്നു. കഴിഞ്ഞ 2 തവണയും UDFലെ MA ഷാനവാസ് വിജയിച്ച വയനാട് മണ്ഡലത്തിൽ ജനവിധി തേടാനാണ് ഇപ്പോൾ പാർട്ടി ഇദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുന്നത്. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം, LDF മലപ്പുറം ജില്ലാ കൺവീനർ, കേരള പ്രവാസി ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി, ഹൗസിംഗ് ബോർഡ് ഭരണസമിതി അംഗം എന്നീ നിലകളിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. മാറഞ്ചേരി ഡിവിഷനിൽ നിന്നും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. 2011 മുതൽ 18 വരെ CPIയുടെ മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടിയായിരുന്നു PP സുനീർ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായ PP സുനീർ തൃശൂർ കേരളവർമ്മ കോളേജിൽ AISFന്റെ സജീവ നേതാവായിരുന്നു. 2 തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ യൂണിയൻ വൈസ് ചെയർമാനുമായിരുന്നു. CPIയിലെ സംഘടനാ പ്രവർത്തന രംഗത്ത് സജീവമായ യുവ നേതാക്കളിൽ പ്രധാനിയാണ് PP സുനീർ. വയനാട് പിടിക്കാമെന്നാണ് ഇടതുപക്ഷത്തിന്റെ ധാരണ. ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ജില്ലയിൽ ആന്റോ അഗസ്റ്റിൻ NDA സ്ഥാനാർത്ഥിയായേക്കുമെന്ന് സൂചന. BDJSന്റെ കയ്യിലുള്ള സീറ്റിൽ ആന്റോ അഗസ്റ്റിനെ മത്സരിപ്പിക്കാൻ നേതൃത്വം തീരുമാനിച്ചതായാണ് സൂചന. കേരള കോൺഗ്രസ് സംസ്ഥാന സമിതി അംഗമാണ് ആന്റോ അഗസ്റ്റിൻ. മത്സരിക്കാനുള്ള താൽപര്യം ആന്റോ പാർട്ടി നേതൃത്വത്തെ നേരത്തെ അറിയിച്ചിരുന്നു. ക്രൈസ്തവ വോട്ടുകൾ ഏറെയുള്ള മണ്ഡലത്തിൽ ആന്റോയെ പോലെയുള്ള ഒരാൾ സ്ഥാനാർത്ഥിയായി എത്തുന്നത് ഗുണം ചെയ്യുമെന്നാണ് BDJSന്റെയും NDAയുടെയും പ്രതീക്ഷ. സ്ഥാനാർത്ഥി നിർണയത്തിനായി നിയോഗിച്ച 5 അംഗ സമിതി അടുത്തയാഴ്ച യോഗം ചേർന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയേക്കും. കാരാപ്പുഴ മെഗാ ടൂറിസം പ്രൊജക്ടിൽ ഭരണാധികാരികളുടെ ആസൂത്രണത്തിലെ പാളിച്ചകൾ കാരണം ലക്ഷക്കണക്കിന് രൂപ പാഴായതായി മലനാട് ഇക്കോ ടൂറിസം ഓർഗനൈസേഷൻ ഭാരവാഹികൾ കൽപ്പറ്റയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ദിവസേന 100 കണക്കിന് ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന സ്ഥലമാണ് കാരാപ്പുഴ. ഇവിടെ സന്ദർശകർക്ക് കുടിവെള്ളവും വിശ്രമിക്കുന്നതിനാവശ്യമായ കസേരയും ലഭ്യമാക്കണമെന്നും മലനാട് ഇക്കോ ടൂറിസം ഓർഗനൈസേഷൻ ആവശ്യപ്പെട്ടു. എല്ലാ പത്രക്കാരെയും ഈ സമ്മേളനം ആദ്യമായി അഭിവാദ്യം ചെയ്യുകയാണ്. ഞങ്ങൾ ഈ കാരാപ്പുഴ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന മലനാട് ഇക്കോ ടൂറിസം ഓർഗനൈസേഷൻ്റെ ഭാരവാഹികളാണ്. കാരാപ്പുഴ ടൂറിസം പ്രോജക്റ്റിനെ പറ്റി, മെഗാ ടൂറിസം പ്രോജക്റ്റിനെ പറ്റി നിങ്ങൾ വളരെയധികം കേട്ടിട്ടുള്ള കാര്യമാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയിട്ട് മലബാർ മേഖലയിലെ ടൂറിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സെൻട്രൽ പോയിൻ്റായിട്ടാണ് കാരാപ്പുഴ മെഗാ ടൂറിസം പ്രോജക്റ്റിനെ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ ബലഹീനത എന്ന് പറയുന്നത് ടൂറിസം പ്രോജക്റ്റ് ഇത് 2 വകുപ്പുകളുടെ കീഴിലാണ്. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലും ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുമാണ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 12ാമത് ജില്ലാ കൺവെൻഷൻ നാളെ മാനന്തവാടിയിൽ നടക്കും. മാനന്തവാടി വൈറ്റ് ഫോർട്ട് ഹോട്ടലിൽ ചേരുന്ന കൺവെൻഷൻ കേളു MLA ഉദ്ഘാടനം ചെയ്യും. COA ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ അസീസ് അധ്യക്ഷത വഹിക്കും. പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം COA സംസ്ഥാന പ്രസിഡന്റ് K വിജയകൃഷ്ണൻ നിർവഹിക്കും. കേബിൾ TV രംഗത്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വിവിധ പദ്ധതികളും KSEBയുടെ പ്രതികാര നടപടികൾക്കെതിരായ പ്രക്ഷോഭ സമരപരിപാടികളും കൺവെൻഷൻ ആസൂത്രണം ചെയ്യും. മാനന്തവാടി നഗരസഭാ അധ്യക്ഷൻ VR പ്രവീജ്, നഗരസഭാ കൗൺസിലർ കടവത്ത് മുഹമ്മദ്, ബിജു ജോസ് തുടങ്ങിയവർ സംസാരിക്കും.
എടവക ഗ്രാമപഞ്ചായത്തിലെ പായോട്, ചങ്ങാടക്കടവ്, അഗ്രഹാരം ഭാഗങ്ങളിൽ തെരുവുനായ ശല്യം രൂക്ഷം. നായയുടെ ആക്രമണത്തിൽ 4 പേർക്ക് പരിക്കേറ്റു. ഇവർ ജില്ലാശുപത്രിയിൽ ചികിത്സ തേടി. ഇന്ന് ഉച്ചയോടെയാണ് സംഭവം. അമ്പലവേൽ, വടക്കംപുറത്ത് നാരായണി, ചങ്ങാടക്കടവ് മുകളിൽ റീന, അഗ്രഹാരം ചോലയിൽ സനൂപ്, പായോട് പുത്തൻവീട്ടിൽ ഉഷ എന്നിവരെയാണ് തെരുവുനായ ആക്രമിച്ചത്. ഉഷയ്ക്ക് വീട്ടുമുറ്റത്ത് വെച്ചും നാരായണിക്ക് അടുക്കളയിൽ വെച്ചുമാണ് തെരുവുനായയുടെ ആക്രമണമുണ്ടായത്. തൊഴിലുറപ്പ് പണിയെടുക്കുന്നതിനിടെയാണ് റീനയ്ക്ക് കാലിന് കടിയേറ്റത്. പിന്നീട് അഗ്രഹാരം റോഡിലൂടെ ഓടിയ തെരുവുനായ സമീപത്തെ പൊട്ടക്കിണറ്റിൽ വീണതിനെ തുടർന്ന് നാട്ടുകാർ കല്ലെറിഞ്ഞു കൊല്ലുകയായിരുന്നു. കുട്ടത്ത് വെച്ചുണ്ടായ വാഹനാപകടത്തിൽ 2 പേർക്ക് പരിക്ക്. കുട്ടം കൊയിനപ്പാത്തി വളവിൽ KSRTC ബസ്സും സ്കൂട്ടറും ഇടിച്ചാണ് 2 പേർക്ക് പരിക്കേറ്റത്. മാനന്തവാടിയിൽ നിന്നും കുട്ടത്തേക്ക് പോകുകയായിരുന്ന KSRTC ഡ്രൈവർ ഡൊമിനിക് ബസ് നിർത്തിയതിനാൽ വൻ അപകടം ഒഴിവായി. തിരുനെല്ലി സ്വദേശികളായ 2 പേർ കുട്ടം ജില്ലാശുപത്രിയിൽ ചികിത്സയിലാണ്. KA 21R6401 സ്കൂട്ടിയിൽ വരികയായിരുന്നവർ എതിരെ വന്ന കാറിനെ മറികടക്കാൻ ശ്രമിക്കവെയാണ് അപകടമുണ്ടായത്. വയനാട് കോഫിയെ ലോക നിലവാരത്തിലേക്ക് ഉയർത്തുന്നതോടെ വയനാട്ടിലെ കാപ്പി കർഷകർക്ക് ഉയർന്ന വിലയും കാർഷിക രംഗത്ത് വൻ മുന്നേറ്റവും ഉണ്ടാക്കാൻ കഴിയുമെന്ന് പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TS ദിലീപ് കുമാർ. പുൽപ്പള്ളി സുരഭിക്കവലയിൽ ആരംഭിച്ച വയനാട് സ്പൈസസ് വില്ലേജ് കോഫി പ്രോസസിംഗ് ആൻഡ് ഗ്രേഡിംഗ് യൂണിറ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു പ്രകാശ് ഫാക്ടറി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഫാദർ വിൻസെന്റ് പുതുശ്ശേരി, ഫാദർ സെബാസ്റ്റ്യൻ ഉണ്ണിപ്പള്ളി, ഫാദർ തോമസ് പൊൻതൊട്ടി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശിവരാമൻ പാറക്കുഴി തുടങ്ങിയവർ സംസാരിച്ചു. അതേപോലെ വിലസ്ഥിരതയുടെ പ്രശ്നമാണ് വയനാട് നേരിടുന്നത്. ഈ 3 പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്തിയ നമ്മുടെ കാർഷിക മേഖലയിൽ അധ്വാനിക്കാൻ തയ്യാറായ ജനത വളരെ നല്ല രീതിയിൽ അവിടെ ഒരു ചലനമുണ്ടാക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇവിടെ ആൽവിൻ എടുത്തിട്ടുള്ള ഉദ്യമം എന്ന് പറയുന്നത് ഞാൻ നോക്കിക്കാണുന്നത് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ തന്നെ വയനാടൻ കോഫിയെ ലോക നിലവാരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടക്കുന്ന സമയത്താണ് ആൽവിൻ ഇത് ഏറ്റെടുക്കുന്നത്. ഇതിന് വലിയ ഒരു സാധ്യതയുള്ള സമയത്താണ്. അപ്പോൾ വയനാട് ജില്ലയിലെ കോഫി അത് പൗഡർ യൂണിറ്റുകൾ ഉണ്ടാക്കി അത് പുറത്തേക്ക് വിദേശത്തേക്ക് അയക്കുന്ന തരത്തിൽ ഏറ്റവും നല്ല ലോക നിലവാരമുള്ള ഒന്നാക്കി മാറ്റുവാൻ വയനാടൻ കോഫിയെ ഗവൺമെൻറ് തലത്തിൽ ആലോചിക്കുമ്പോൾ ആൽബിനെ പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ കൊണ്ട് മുന്നോട്ട് വരുമ്പോൾ അപ്പോൾ ഇപ്പോൾ നാം നേരിടുന്ന മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ചെറുപ്പക്കാർ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നില്ല എന്നുള്ളത്. ഡ്രംസിൽ വിസ്മയം തീർത്ത് ശ്രദ്ധേയനാവുകയാണ് മാനന്തവാടി സ്വദേശിയായ ഡോക്ടർ ശ്യാം സൂരജ്. ബാംഗ്ലൂരു ആസ്ഥാനമായ ശ്യാം സ്ഥാപിച്ച ഡ്രംസ് ഇവന്റ്സ് ഓഫ് ഇന്ത്യ ഇന്ത്യക്കകത്തും പുറത്തും നിരവധി വേദികളിൽ ഡ്രംസ് കൊണ്ട് മായാജാലം തീർക്കുകയാണ്. ആഫ്രിക്കൻ പരമ്പരാഗത സംഗീതമാണ് ഡ്രംസ് ഇവന്റ്സ് പ്രധാനമായും പിന്തുടരുന്നത്. ആഫ്രിക്കൻ സംഗീത ഉപകരണമായ കലാഭാഷ്, ബാലാഫോൺ, ടോക്കിൻ ഡ്രം, അലോഗ ഡ്രംസ്, ഗോമ ഡ്രംസ് എന്നിവയാണ് വേദികളിൽ പ്രധാനമായും ഉപയോഗിക്കാറ്. ഇതിനിടെ ഇന്ത്യക്കകത്തും പുറത്തും 1500ഓളം വേദികളിൽ ഇദ്ദേഹം കലാപരിപാടികൾ അവതരിപ്പിച്ചു. ശ്യാമിനെ തേടി നിരവധി പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. സൂം ഡൽഹി ഗ്ലോബൽ ലീഡർ അവാർഡ്, ഗ്ലോബൽ മ്യൂസിക്കൽ ഐക്കൺ അവാർഡ്, GTF വേൾഡ് അവാർഡ്, നാഷണൽ GOC SR സമ്മിറ്റ് അവാർഡ് എന്നിവ ശ്യാമിന്റെ മികവിന്റെ അംഗീകാരങ്ങളാണ്. എന്തുകൊണ്ട് ഡ്രം ഇവന്റ്സ് ഇന്ത്യ പ്രത്യേകത അർഹിക്കുന്നു എന്ന് ചോദിച്ചാൽ സംഗീതത്തിൻ്റെ വേറിട്ട വഴികളിൽ സഞ്ചരിക്കുന്നു എന്നാണ് ആദ്യത്തെ ഉത്തരം. ആഫ്രിക്കൻ സംഗീതം ഇന്ത്യൻ ഓഡിയൻസിന് പരിചയപ്പെടുത്തി 6ഓളം ആഫ്രിക്കൻ കലാകാരന്മാരെ കൂട്ടി നിർത്തിക്കൊണ്ട് ഇന്ത്യയിൽ തന്നെ വളരെ പുതുമയാർന്ന ഇൻട്രാക്റ്റീവ് ഡ്രമ്മിങ് എന്ന ഒരു കോൺസെപ്റ്റിനെ പ്രചരിപ്പിക്കുന്നതാണ് എൻ്റെ വിജയം. അതിൽ ഇൻട്രാക്റ്റീവ് ഡ്രമ്മിങ്, അതായത് കമ്മ്യൂണിറ്റി മ്യൂസിക് ഫോർ ഓൾ എന്ന ഒരു കോൺസെപ്റ്റ്, അതിൽ സംഗീത പ്രേമികളായ ഓഡിയൻസിനെയും അതേ സമയത്ത് സ്റ്റേജിലിരിക്കുന്ന ആർട്ടിസ്റ്റിനെയും ഒരേ ട്രാക്കിലൂടെ കൊണ്ടുപോയി 45-60 മിനിറ്റ് നേരം സംഗീത വഴിയിൽ ഓഡിയൻസിനെ നടത്തിക്കുന്ന ഒരു പുതുമയാർന്ന കലാരൂപത്തിൻ്റെ പ്രചരണമാണ് ഞങ്ങളെ ഇത്രയധികം പുരസ്കാരങ്ങൾക്ക് അർഹരാക്കിയത്. സംഗീതരംഗത്തെ സമഗ്ര സംഭാവനകൾ പരിഗണിച്ച കോമൺവെൽത്ത് യൂണിവേഴ്സിറ്റി ഡോക്ടറേറ്റ് നൽകി ശ്യാമിനെ ആദരിച്ചു. ഖാന സ്വദേശികളായ ഇമാനുവൽ ഡേവിഡ്, ടോം ബോച്ച എന്നിവരും ഡ്രംസ് ഇവന്റ്സ് ഓഫ് ഇന്ത്യയുടെ വേദികളിൽ സജീവമാണ്. മാനന്തവാടി മൈത്രി നഗർ ഐറിഷ് ഭവനിൽ പരേതനായ രവിയുടെയും പ്രഭയുടെയും മകനാണ് ശ്യാം സൂരജ്. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. പനമരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വയോജനങ്ങൾക്കായുള്ള കാരുണ്യസ്പർശം സഞ്ചരിക്കുന്ന ആതുരാലയം പദ്ധതി ശ്രദ്ധേയമാകുന്നു. ബ്ലോക്കിന്റെ കീഴിലുള്ള 5 പഞ്ചായത്തുകളിലായി 60 വയസ്സിന് മുകളിലുള്ള രോഗികൾക്ക് ഏറെ സഹായകരമാകുന്ന പദ്ധതി കൂടുതൽ മേഖലകളിലേക്ക്
വ്യാപിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പനമരം ബ്ലോക്ക് പഞ്ചായത്ത്. പനമരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബ്ലോക്കിന്റെ കീഴിലുള്ള 5 പഞ്ചായത്തുകളിലായി 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്കായുള്ള കാരുണ്യസ്പർശം സഞ്ചരിക്കുന്ന ആതുരാലയ പദ്ധതിയിൽ രോഗികൾക്ക് നടപ്പാക്കുന്ന ചികിത്സാ സഹായ പദ്ധതി സ്വാന്തനമായി മാറുന്നു. കണിയാമ്പറ്റ, പനമരം, പുൽപ്പള്ളി, പൂതാടി, മുള്ളംകൊല്ലി പഞ്ചായത്തുകളിൽ ഓരോ പഞ്ചായത്തിലും 5 സെന്ററായി തിരിച്ചാണ് സഞ്ചരിക്കുന്ന ക്ലിനിക്കിന്റെ പ്രവർത്തനം. രോഗികൾക്ക് ആവശ്യമായ മരുന്ന്, തുടർ ചികിത്സകൾ നൽകുന്നതിനും ആവശ്യമായ മരുന്നുകളും കാരുണ്യസ്പർശ ചികിത്സാ സഹായ പദ്ധതിയിലൂടെ ലഭിക്കുന്നുണ്ട്. പദ്ധതിയുടെ പ്രവർത്തനം കൂടുതൽ രോഗികൾക്ക് ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി കൂടുതൽ ഡോക്ടർമാരെയും കൂടുതൽ സെന്ററുകളും ആരംഭിക്കുന്നതിനുള്ള പദ്ധതി തയ്യാറാക്കാനുള്ള പ്രവർത്തനങ്ങളുമായി ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ടു പോകാനുള്ള തയ്യാറെടുപ്പിലാണെന്ന് പ്രസിഡന്റ് TS ദിലീപ് കുമാർ പറഞ്ഞു. സഞ്ചരിക്കുന്ന ആതുരാലയം പദ്ധതി വളരെ സജീവമായി പനമരത്തിൻ്റെ എല്ലാ ഗ്രാമീണ മേഖലയിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രാമപഞ്ചായത്തിൽ 5 കേന്ദ്രങ്ങളാണ് ഇപ്പോൾ നിലവിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. കൂടുതൽ കേന്ദ്രങ്ങൾ അനുവദിക്കുന്നതിനെ സംബന്ധിച്ച് ബ്ലോക്ക് പഞ്ചായത്ത് ആലോചിക്കുകയാണ്. കൂടാതെ 2 CHCകളിൽ നമ്മൾ സായാഹ്ന OP ആരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസം 1 മുതൽ കൂടുതൽ ജീവനക്കാരെ കൂടി നിയമിച്ചുകൊണ്ട് സായാഹ്ന OPകൾ ഏറ്റവും നല്ല രീതിയിൽ നടത്തുന്ന ജില്ലയിലെ ഏറ്റവും മാതൃകാപരമായ ആരോഗ്യരംഗത്തെ പ്രവർത്തനം കാഴ്ചവെക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിപ്പോൾ 60 വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഇവിടെ നമ്മൾ ചികിത്സാ സൗകര്യം ഒരുക്കുന്നത്. വ്യത്യസ്തമായ മറ്റ് രോഗങ്ങൾക്കുള്ള സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ കൊണ്ടുവന്നുകൊണ്ട് മെഗാ ക്യാമ്പുകൾ നടത്തുന്നതിന് 2ാം ഘട്ടത്തിൽ നമ്മൾ ആലോചിക്കുന്നു. ഓരോ സെന്ററുകളിലും 300 മുതൽ 400 വരെയുള്ള രോഗികളാണ് ചികിത്സ തേടിയെത്തുന്നത്. വയോജനങ്ങൾക്ക് ചികിത്സാ സഹായം ലഭ്യമാക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായാണ് കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കാനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത്. ഹോസ്പിറ്റലിൽ പോകാതെ തന്നെ വീടിന് സമീപത്തെ ചികിത്സാ സെന്ററുകളിൽ നിന്ന് പരമാവധി രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിന് കുടുംബശ്രീയുടെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും സഹായങ്ങളും പദ്ധതി വിജയത്തിലെത്താൻ കാരണമായതോടെയാണ് ബ്ലോക്ക് പഞ്ചായത്ത് കൂടുതൽ ചികിത്സയ്ക്കാവശ്യമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ബെന്നി മാത്യു, വയനാട് വിഷൻ, പുൽപ്പള്ളി. വെള്ളമുണ്ട അയ്യപ്പ വിഷ്ണു ക്ഷേത്ര മഹോത്സവത്തിന്റെ ഭാഗമായി നാളെ താലപ്പൊലി എഴുന്നള്ളത്ത് നടക്കും. മാർച്ച് 1 മുതൽ തുടങ്ങിയ ഉത്സവത്തിന് എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും അന്നദാനവും ഉണ്ടാകും. പ്രാദേശിക കലാകാരന്മാരുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ കലാസന്ധ്യ അരങ്ങേറി. ദീപാരാധനയ്ക്ക് ശേഷം വാദ്യമേളങ്ങളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും ആകമ്പടിയോടെ വെള്ളമുണ്ട ടൗണിൽ താലപ്പൊലി എഴുന്നള്ളത്ത് നടക്കും. തുടർന്ന് സാംസ്കാരിക സമ്മേളനവും നടക്കും. 2019 മാർച്ച് 1 മുതൽ 7 വരെ, കുംഭം 17 മുതൽ 23 വരെയാണ് ആഘോഷിക്കുന്നത്. അതിൻ്റെ ഭക്തിനിർഭരമായ ഘോഷയാത്രയോടുകൂടിയുള്ള സമാപനം നാളെ 6:30 ആരംഭിക്കുകയാണ്. രാവിലെയുള്ള പതിവ് പൂജകളോടനുബന്ധമായി ഉച്ചയ്ക്ക് ഒപ്പം 8 മണിക്ക് കൂടിച്ചേരുന്ന താലം, രഥം, മേളം, ഘോഷയാത്ര വെള്ളമുണ്ട നഗരത്തെ പ്രദക്ഷിണം ചെയ്തതിന് ശേഷം രാത്രി 8 മണിക്ക് സാംസ്കാരിക സമ്മേളനം ആരംഭിക്കുകയും ചെയ്യും. വയനാടിന്റെ കലാ, സാംസ്കാരിക, രാഷ്ട്രീയ പഠന ഗവേഷണ ലക്ഷ്യം മുൻനിർത്തി TS പഠന കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മാർച്ച് 7 കൽപ്പറ്റ വിജയ പമ്പ് പരിസരത്ത് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രമുഖ രാഷ്ട്രീയ ചിന്തകനും പ്രഭാഷകനുമായ ഡോക്ടർ സുനിൽ P. ഇളയിടം ഉദ്ഘാടനം ചെയ്യും. പഠനകേന്ദ്രം ചെയർമാൻ PK സുരേഷ് അധ്യക്ഷത വഹിക്കും. സാമൂഹ്യ രാഷ്ട്രീയ രംഗത്തെ പഠന ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തുക, പത്രമാസികകൾ, പുസ്തകങ്ങൾ തുടങ്ങിയവ പ്രസിദ്ധീകരിക്കുക, നാടൻ കലകൾ, നാടകം തുടങ്ങിയവയുടെ പ്രോത്സാഹനത്തിനായി പ്രത്യേക അരങ്ങുകൾ സംഘടിപ്പിക്കുക, പരിസ്ഥിതി, കാർഷിക മേഖലയുടെ സംരക്ഷണത്തിനും ഉന്നമനത്തിനുമായി സർവേകൾ, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ തുടങ്ങിയവ സംഘടിപ്പിക്കുക എന്നീ വിപുലമായ പ്രവർത്തനങ്ങളാണ് പഠനകേന്ദ്രം ലക്ഷ്യം വെക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇടതുപക്ഷ രാഷ്ട്രീയ രംഗത്തും കലാ, സാംസ്കാരിക രംഗത്തും വലിയ സംഭാവനകൾ നൽകിയ സഖാവ് TS രാധാകൃഷ്ണന്റെ അനുസ്മരണത്തിനു വേണ്ടി, സ്മരണയ്ക്ക് വേണ്ടി ഒരു TS പഠന ഗവേഷണ കേന്ദ്രം വയനാട്ടിൽ ആരംഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. വയനാടിൻ്റെ രാഷ്ട്രീയ, സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും മറ്റ് സാമൂഹിക മേഖലകളെക്കുറിച്ചുമുള്ള പഠന ഗവേഷണമാണ് പ്രധാനമായും സംഘം ഉദ്ദേശിക്കുന്നത്. ഒപ്പം തന്നെ കലാ, സാംസ്കാരിക രംഗത്തും മറ്റ് പഠന രംഗത്തും ഒക്കെ തന്നെ ഇടപെടലുകൾ നടത്താൻ വേണ്ടി പഠന കേന്ദ്രം എന്ന രീതിയിൽ ഉദ്ദേശിക്കുന്നു. പുൽപ്പള്ളി വേലിയമ്പം കോട്ട മഹാശിവക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവം സമാപിച്ചു. പുൽപ്പള്ളി സീതാലവകുശ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച കാവടി അഭിഷേകവും നെയ്ക്കുപ്പയിൽ നിന്ന് ആരംഭിച്ച കാവടി ഘോഷയാത്രയ്ക്കും ഭൂതാനത്ത് നിന്ന് ആരംഭിച്ച ഭസ്മകാവടി ഘോഷയാത്രയിലും നിരവധി വിശ്വാസികൾ പങ്കെടുത്തു.
തുടർന്ന് അന്നദാനം, ദീപാരാധന, ഗാനമേള, പ്രാദേശിക നൃത്തനൃത്യങ്ങൾ എന്നിവയും നടന്നു. ഏതാണ്ട് 2800ഓളം വർഷം പഴക്കമുള്ള വേലിമ്പങ്കോട്ട മഹാദേവ സമിതിയിലെ ശിവരാത്രി മഹോത്സവം 3-ാം തീയതി ആരംഭിച്ചു. വിവിധ പരിപാടികളോടെ നാട്ടിലുള്ള നാനാമതസ്ഥരായിട്ടുള്ള ജനവിഭാഗങ്ങളുടെ സഹായ സഹകരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രകൃതി രമണീയമായിട്ടുള്ള കാപ്പിക്കുന്നിൽ ശിവരാത്രി മഹോത്സവത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുള്ളത്. വിവിധ പാർട്ടികളിൽ നിന്ന് രാജിവെച്ച് CPIയിൽ ചേർന്നവർക്ക് ചേകാടിയിൽ സ്വീകരണം നൽകി. ആരണപ്പാറ CPI ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പൊതുയോഗത്തിൽ CPI മണ്ഡലം ജോയിന്റ് സെക്രട്ടറി VV ആന്റണി, തിരുനെല്ലി ലോക്കൽ സെക്രട്ടറി ഗോപി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തകരെ സ്വീകരിച്ചത്. CPIയുടെ മാതൃകാപരമായ പ്രവർത്തന ശൈലിയും നാടിനു വേണ്ടിയുള്ള പോരാട്ട വീര്യവും മനസ്സിലാക്കിയാണ് പുതിയ പ്രവർത്തകർ പാർട്ടിയിലേക്ക് വരുന്നതെന്ന് VV ആന്റണി പറഞ്ഞു. ലോക്കൽ കമ്മിറ്റി അംഗം ഹംസ KB അധ്യക്ഷത വഹിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. വർഗീയതയും ഫാസിസവും തുടച്ചുമാറ്റാൻ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരണമെന്ന NSU ദേശീയ സെക്രട്ടറി നാഗേഷ് കരിയപ്പ. ദേശീയ തലത്തിൽ CPMവുമായി സഹകരിക്കുന്നതിനെതിരെ KSU ജില്ലാ ഘടകത്തിൽ പ്രതിഷേധം. CPMനൊപ്പം ദേശീയ തലത്തിൽ മത്സരിക്കുന്നതിന് KSU എതിരാണെന്ന ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ്. കാത്തിരിപ്പിന് വിരാമം. വെള്ളമുണ്ടയിലെ സർക്കാർ ITI നാളെ മന്ത്രി TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വയനാട് പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ LDFിലെ PP സുനീർ. നിലവിലെ സാഹചര്യം LDFിന് അനുകൂലമെന്നും PP സുനീർ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വയനാട് മണ്ഡലത്തിൽ ആൻഡ്രോ അഗസ്റ്റിൻ NDA സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചന. BDJS സീറ്റിൽ മത്സരിക്കുമെന്നും സൂചന. അധികാരികളുടെ ആസൂത്രണ പിഴവ്. കാരാപ്പുഴ മെഗാ ടൂറിസം പ്രൊജക്ടിൽ ലക്ഷങ്ങൾ പാഴായി. അധികൃതർക്കെതിരെ വയനാട് ഇക്കോ ടൂറിസം രംഗത്ത്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ കൺവെൻഷൻ നാളെ മാനന്തവാടിയിൽ. വിവിധ പദ്ധതികളും KSEBയുടെ പ്രതികാര നടപടിക്കെതിരെയുള്ള സമരപരിപാടികളും കൺവെൻഷൻ ചർച്ച ചെയ്യും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.